അസ്സലാമലൈക്കും. കറണ്ടില്ല, കറണ്ട് പോയി. ഏതായാലും വീഡിയോ എടുക്കാൻ വേണ്ടിയിരുന്നു. ഇനിയിപ്പോൾ ഏതായാലും ഉള്ള വെളിച്ചത്തിൽ എടുക്കാൻ തന്നെ വിചാരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ കറണ്ട് വരും. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകണം എന്താണെന്നറിയോ, ഒരു 2-3 ദിവസം മുമ്പേ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. 2 കമൻറ്റ്. ആകെ ഒരുപാട് ആൾ കണ്ടതിൽ 2000 ആൾക്കാരായിട്ട് കണ്ടതിൽ 2 ആളെ കമൻറ്റ് ഇട്ടിട്ടുള്ളൂ കേട്ടോ. അത് സർവ്വസാധാരണമാണ്, അതെനിക്ക് അറിയുന്നത് തന്നെയാണ്. പക്ഷെ ആ കമൻറ്റിനൊരു മറുപടി പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോസ് ഇട്ടു. അപ്പോൾ അതിൽ വന്നിട്ട് മറ്റൊരാൾ ചോദിച്ചാണ്, നിങ്ങളെന്തിനത് ഞങ്ങളോട് പറയണമെന്ന്. എനിക്ക് വരുന്ന കമൻറ്റിനുള്ള മറുപടിയാണ് പറഞ്ഞത്. നിങ്ങളോടെല്ലാവരോടും അല്ല ഞാനത് പറയുന്നത്, എല്ലാവരോടും അല്ല ഞാൻ പറയണത്. എനിക്ക് അപ്പോൾ എൻ്റെ വീഡിയോകളൊന്ന് എടുത്ത് നോക്കുക, ഞാൻ ആ പറയുന്നത് ആരോടായിരിക്കുക എന്നുള്ളത് ആ കമൻറ്റ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളെന്തിനാ ഞങ്ങളോട് പറയണത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളോടല്ല പറയുന്നത്, എന്നോട് വന്ന് കമൻറ്റ് പറഞ്ഞവരോടാണ് ഞാൻ പറയണത്. അല്ലാതെ നിങ്ങളോടെല്ലാവരോടും ഞാൻ വന്ന് പറയണില്ല, എനിക്ക് വട്ടൊന്നുമില്ല. നിങ്ങളോടെല്ലാവരോടും വന്ന് പറയാം. പിന്നെ തമ്പയിട്ടപ്പോൾ ഈ പറയണ മാതിരി തന്നെ നിങ്ങളുടെ കമൻറ്റിലുള്ള മറുപടിയും നീട്ടുന്നതെന്ന് മാത്രം. അതല്ലാതെ നിങ്ങളെല്ലാവരോടുള്ള മറുപടി അല്ല. ആര് കമൻ്റ് ഇട്ടോ ആ ഇട്ട ആൾക്കുള്ള മറുപടിയാണ് ഞാനത് കൊടുത്തത്. അതും മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, നല്ല കാര്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ. അവർ അങ്ങനെ തന്നെ ഇട്ടിട്ടുള്ളൂ, കമൻറ്റ് ഇട്ടിട്ടുള്ളൂ, ഞാനും അങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ കൂടുതലായിട്ട് അവർ കമൻറ്റിൽ ആവശ്യമില്ലാത്ത വർത്താൻ എന്നെ പറഞ്ഞിട്ടില്ല, ഞാൻ അവരെയും പറഞ്ഞിട്ടില്ല വീഡിയോസിൽ. ഞാൻ അവരെ നല്ല ആരെയും ഞാൻ പറയാൻ നോക്കില്ല. എനിക്ക് വരുന്ന കമൻറ്റും അങ്ങനെ തന്നെയാണ്. കാരണം ആരെയും അത്ര വലിയ കടുപ്പമുള്ള കമൻറ്റ് എനിക്കിട്ട് വരാറുമില്ല. ഞാൻ കടുപ്പത്തിൽ ആരോടോട്ട് പറയാറുമില്ല. ഒരു മിതമായ ഇതിൽ അങ്ങനെ പോകണമെന്ന് മാത്രം. അല്ലാതെ നിങ്ങളെ ഉദ്ദേശിച്ച് മാത്രം എന്ന് പറഞ്ഞാൽ ഒരാളെ ഉദ്ദേശിച്ച് ഞാൻ ഇടുന്ന കമൻ്റ് അല്ല. കമൻറ്റ് അറിയുമ്പോൾ പല രൂപത്തിലും വരുമല്ലോ. ഇപ്പോൾ ഒരു വീഡിയോ നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പോൾ നെജിലാനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ നെജിലാൻക്ക് ഒരുപാട് ആൾക്കാർ എതിരുള്ളവരുണ്ട്, ഒരുപാട് ആൾക്കാർ അനുകൂലിക്കുന്നവരുണ്ടാവും. അപ്പോൾ ഇത് 2 കൂട്ടരും കമൻ്റ് ഇടും. അനുകൂലിക്കുന്നവർ അനുകൂലിച്ചിടും, പ്രതികൂലിക്കുന്നവർ അതിനനുസരിച്ചിടും. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു കമൻറ്റിനായിരിക്കും ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ടാകുക, അല്ലാതെ എല്ലാവർക്കും കൂടിയുള്ള മറുപടി അല്ല അത്. കാരണം എനിക്ക് വന്ന കമൻറ്റിനുള്ള മറുപടി ആയിട്ടാണല്ലോ ഞാനത് പറയുക. അതിപ്പോൾ ഏതൊരു വീഡിയോ ആര് ചെയ്താലും അതിലെ കമൻറ്റിലൂടെ അതിൻ്റെ മറുപടി കിട്ടുമല്ലോ. കാരണം ഒന്നുമില്ലെങ്കിൽ നല്ലതാണെന്നോ അല്ലെങ്കിൽ മോശമാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്താ പറഞ്ഞെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ എന്താ ചെയ്തെന്നോ എല്ലാത്തിലുള്ള മറുപടി ഉണ്ടാവും, കമൻറ്റിലൂടെ ഉണ്ടാവും. കാരണം നമ്മളെ വീഡിയോസ് കാണുന്ന ആൾക്കാർ ഏതായാലും എൻ്റെ വീഡിയോ ആദ്യത്തേനേക്കായൊക്കെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യമൊന്നും ഇത്ര എൻ്റെ വീഡിയോസ് ആരും കണ്ടിരുന്നില്ല. ഇപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരിൻ്റെ വീഡിയോസ് കാണാൻ തുടങ്ങിയിട്ട്, ഇഷ്ടംപോലെ എന്ന് വെച്ചാൽ ഞാൻ വലിയ ആളായി എന്നല്ല ഞാൻ പറയണത്, ആദ്യത്തേനേക്കായി കൂടുതൽ ആൾക്കാർ എൻ്റെ വീഡിയോസ് കാണാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അതിന് കമൻറ്റുകൾ എനിക്ക് വരും. ആ കമൻറ്റ് വരുന്നതിന് ഞാൻ അവരോട് മറുപടി പറയണം വേണ്ടേ? അതിന് പറയണത്, അല്ലാതെ നിങ്ങളതാക്കിയിട്ട് പറയണതല്ല, എല്ലാവരെയും ഇതാക്കി പറയണതല്ല ഞാൻ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. കമൻറ്റിനുള്ള മറുപടി കാരണം എന്തെങ്കിലുമൊക്കെ ഒരു ഇത് നമുക്ക് അവർ പറയുമ്പോൾ നമുക്ക് അവർക്ക് മറുപടി കൊടുക്കണ്ടേ? എന്താണെങ്കിലും ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്നുള്ള അവർക്കൊന്നും കൂടി ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടത് അതെൻ്റെ കടമയല്ലേ? ഞാൻ ഉദ്ദേശിച്ചത് അവർക്ക് മനസ്സിലാവാത്തത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവർ അങ്ങനെ എനിക്ക് കമൻ്റ് ഇടുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവരോട് വീണ്ടും ഞാനൊരു വീഡിയോ ഇട്ടിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. അല്ലാതെ ആ കമൻ്റ് ഇടുന്നവർ തെറ്റാണെന്നോ അല്ലെങ്കിൽ മറ്റേ കമൻ്റ് ഇടുന്നവരെല്ലാവരും ഇങ്ങനെയാണെന്നോ എന്ന് വിചാരിച്ചിട്ടല്ല. എവിടെയാണെങ്കിലും ഉണ്ടാവില്ല 2 വിഭാഗം, അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും എല്ലാ ഭാഗത്തും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ആരെക്കുറിച്ച് ഞാൻ വർത്തമാനം പറഞ്ഞാലും എന്നെ സപ്പോർട്ട് ചെയ്യാനും എൻ്റെ കൂടെ കുറച്ച് ആൾക്കാരുണ്ടാവും, ഞാൻ പറയുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാനും കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ടാവും. അതാണല്ലോ സോഷ്യൽ മീഡിയ. കാരണം ഇപ്പോൾ ഞാൻ ലൈവ് നടത്തുന്നുണ്ട്, ഞാൻ വീഡിയോ കാണുന്നുണ്ട്, എൻ്റേതായിട്ട് എത്ര മക്കളുണ്ട്, എത്ര സഹോദരി സഹോദരന്മാരുണ്ട്, അവരെനിക്ക് എന്ത് തന്നെയായാലും എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ മറ്റുള്ളവർക്കും സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടാവും. അതിൽ നമ്മൾ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, കാരണം അതാണ് സോഷ്യൽ മീഡിയ. കുറേ ആൾക്കാർ നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാർ, എത്ര മോശപ്പെട്ട ആൾക്കാരാണെങ്കിലും അവരെ ഇഷ്ടപ്പെടാൻ കുറേ ആൾക്കാരുണ്ട്. ഒരുപാട് ആൾക്കാർ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. എത്ര മോശം തെറി തന്നെ വിളിച്ച് പറയുന്ന മറ്റേ ലൈവാണെങ്കിലും വീഡിയോസ് ആണെങ്കിലും അവർക്കും സപ്പോർട്ടിന് ആളുണ്ട്. അതാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സംഭവം. കാരണം എല്ലാവർക്കും സപ്പോർട്ട് ഉണ്ടാവും സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ അതിന് നമുക്ക് വരുന്ന കമൻറ്റിൻ്റെ ഒരു മര്യാദ കണക്കിനുള്ള മറുപടി ഞാൻ പറയണമെന്ന് മാത്രം. അതിൽ ഞങ്ങളോട് എന്തിനാ പറയണത് എന്ന് നിങ്ങൾ ചോദിക്കേണ്ട. കാരണം എന്താ വെച്ചാൽ എനിക്ക് കിട്ടിയ കമൻറ്റിന് മറുപടിയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, നിങ്ങളോട് എല്ലാവരോടല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത്. അത് മനസ്സിലാക്കുക. കാരണം ഒരു മനുഷ്യനോട് എന്തെങ്കിലും പറയുമ്പോൾ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതിൽ എനിക്കൊരു മറുപടി ഒരാൾ വിടുമ്പോൾ ഞാൻ അവർക്ക് ഒരു മറുപടി കൊടുക്കണ്ടേ? അങ്ങനെ ഇട്ടതാണ്. അപ്പോൾ ഏതായാലും അടുത്ത് പിന്നെ കാണാം.
അടുത്തൊരു വീഡിയോസായിട്ട് വരാം. ഇനി ഇതിലൊക്കെ എന്തൊക്കെയാണ് കമൻറ്റ് വരുന്നത് നോക്കട്ടെ, എന്നിട്ട് പിന്നെ അടുത്ത വീഡിയോസായിട്ട് വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്താണെങ്കിലും ഞാൻ ആരെയും പരിധി വിട്ട് ഞാൻ വേദനിപ്പിക്കാൻ നിൽക്കില്ല, ആ കാര്യം ഞങ്ങൾക്ക് ഉറപ്പ് തരാം.